ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഫ്രാങ്കോ ലൂയിസിൻ്റെ ഈ സമാഹാരം ഞാൻ പ്രകാശനം ചെയ്യുന്നത്. നമ്മുടെ എല്ലാം ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീ ഫ്രാങ്കോ ലൂയിസ്. അതുകൊണ്ടാണല്ലോ ഇവിടെ നിങ്ങളെല്ലാവരും സന്നിഹിതരായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമായ ഒരു ഇൻ്റർവ്യൂ എൻ്റേതായിട്ട് ഞാൻ മേയറാകുന്ന ദിവസം പ്രസിദ്ധീകരിച്ചത് ഫ്രാങ്കോ ലൂയിസാണ് എന്നുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. മറ്റ് പത്രങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് മുൻപ് ഞാനാണ് മേയറായി വരുന്നത് എന്ന് മനസ്സിലാക്കി എൻ്റെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കൃത്യമായി പ്രതിഫലിക്കുന്ന വിധത്തിലുള്ള ഒരു അഭിമുഖമാണ് അന്ന് ഫ്രാങ്കോ തയ്യാറാക്കിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ വളരെ നല്ല സുഹൃത്തുക്കളായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. സംവാദങ്ങളെക്കാൾ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പല മാധ്യമ സുഹൃത്തുക്കളും മുന്നോട്ട് പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ വിവാദങ്ങൾക്കു പകരം പോസിറ്റീവായിട്ടുള്ള നിർമ്മാണാത്മകമായിട്ടുള്ള സമൂഹത്തിനെ പുനർനിർമ്മിക്കാൻ സഹായകരമായ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഫ്രാങ്കോ ലൂയിസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. 100 മിത്തുകൾ എന്ന പുസ്തകത്തിന് ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. മിത്തുകൾ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രത്യേകമായിട്ടുള്ള സവിശേഷമായ ചില തലങ്ങൾ തുന്നിച്ചേർക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ ശിഷ്യ കൂടിയായിട്ടുള്ള വിനീതയ്ക്ക് ആ പുസ്തകം നൽകി ഇത് പ്രകാശനം ചെയ്തതായിട്ട് സസന്തോഷം അറിയിക്കുന്നു. ഈ മിത്ത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകളാണ്. ആ ഈടുവയ്പ്പുകളെല്ലാം അതെഴുതപ്പെട്ട കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ്. അതെഴുതിയ ജനതതി മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നടത്തിയ പരിചിന്തനങ്ങളാണ് മിത്തിൻ്റെ ഉള്ളടക്കം. ഫ്രാങ്കോ ലൂയിസ് സാറ് വളരെ വൈദഗ്ധ്യത്തോടു കൂടി നിർവഹിച്ചിരിക്കുന്ന ഒരു രചനയാണ് ഈ പുസ്തകം. 10 പുരാണ ശ്രേണികളിൽ നിന്നുള്ള കഥകൾ തിരഞ്ഞെടുത്ത് സ്വന്തം ശൈലിയിലാക്കി അദ്ദേഹം വിവരിച്ചിരിക്കുകയാണ്. ദീപികയിലെ പത്രപ്രവർത്തകനായിരുന്ന ഫ്രാങ്കോ ലൂയിസിൻ്റെ ഈ കൃതിയുടെ പ്രമുക്തിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ദീപികയ്ക്ക് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വളരെ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ദീപികയിലെ മറ്റനേകം പത്രപ്രവർത്തകർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കഠിനാധ്വാനശീലം, അതുപോലെ വായിക്കുവാനുള്ള താല്പര്യം, എഴുതുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്സാഹം, ഇതെല്ലാം കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല വലിയ ഒരു സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ട്. ധാരാളം സുഹൃത്തുക്കൾ അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നെ തന്നെയും അദ്ദേഹം കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ക്ഷണിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ മാതൃകാപരമായ ഇടപെടലുകൾ
എല്ലാവർക്കും പ്രചോദനകരമാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. എല്ലാവർക്കും നന്ദി. മിത്തുകളുടെ പിറകിലുള്ള ശാസ്ത്രവും അതിലെ ലോജിക്കും ഒന്നും നമ്മൾ തിരഞ്ഞു പോയിട്ട് കാര്യമില്ല. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. നമുക്ക് മനുഷ്യത്വമുള്ള, കരുണയും സ്നേഹവുമുള്ള, അനുകമ്പയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് ഇന്ന് അത്യാവശ്യം. ഇന്ന് സാർ എഴുതിയ ഈ പുസ്തകം പ്രകാശിതമാകുമ്പോൾ അദ്ദേഹം ഏത് രീതിയിലാണ് ഈ മിത്തുകളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് വായിച്ചറിയാം. അങ്ങനെയുടെ വായനയുടെ വ്യത്യസ്തമായ ഒരു ആസ്വാദന ശൈലി നമുക്ക് മുൻപിലേക്ക് തുറന്നു വയ്ക്കുവാനായിട്ട് ഫ്രാങ്കോ സാർ രചിച്ച ഈ പുസ്തകത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ, അംഗീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഫ്രാങ്കോ ആയിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരുപാട് ഗൃഹാതുരത്വം പേർന്ന ഓർമ്മകളുണ്ട്. കാരണം ഞങ്ങൾ ക്രൈസ്റ്റ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഇത് മാത്രമല്ല, ഹോസ്റ്റൽ മുറികൾ അടുത്തടുത്ത മുറികളിലാണ് താമസിച്ചിരുന്നത്. ഏതോ വിശുദ്ധ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ദൈവം അലങ്കരിച്ച ദേവദാരു പോലെ മനോഹരമായ സുഗന്ധം ചെയ്യുന്ന ഒരാളാണ് ഫ്രാങ്കോ. ഈ ഒരു പുസ്തകം സത്യത്തിൽ 100 കഥകൾ എന്ന് പറയുമ്പോഴും ഇത് തന്നെ ഒരു ഗ്രന്ഥപ്പുരയാണ്, ഇത് തന്നെ ഒരു ലൈബ്രറിയാണ്. ഈ 100 കഥകളുമായിട്ട് നമ്മൾ കുട്ടികളെയോ മറ്റാരെങ്കിലെയോ ഒന്ന് ഈ പുസ്തകം സമ്മാനിച്ചാൽ ഒരു ലൈബ്രറിയാണ് നമ്മൾ സമ്മാനിക്കുന്നത്. അത്രയധികം വൈവിധ്യമാർന്ന ഒരുപാട് ഭൂപ്രദേശങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് ഭാഷകൾ, ഒരുപാട് ജീവിത വീക്ഷണങ്ങൾ, ഇതെല്ലാം ഈ ഒറ്റ പുസ്തകത്തിനകത്ത് ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാങ്കോ ലൂയിസ് എഴുതിയ മറ്റേ മുത്തുകളാണ്, മിത്തുകളുടെ മുത്തുകളാണത്. അത് ചെതറിക്കിടക്കുകയായിരുന്നു. സത്യത്തിൽ ഈ കഥകൾ ഇങ്ങനെ സമാഹരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ആ മുത്തുകളൊക്കെ തന്നെ ഇങ്ങനെ കോർത്തിണക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര വലിയൊരു നഷ്ടമാണ് ഉണ്ടാകുക എന്ന് നമുക്കറിയാൻ പറ്റും. കാരണം ഈ മുത്തുകളൊക്കെ ചെതറിപ്പോയാൽ കാര്യമില്ല, അതിനെ കോർത്തിണക്കണം. ഒരു പുസ്തകത്തിലേക്ക് കോർത്തിണക്കപ്പെടുകയാണ് ഈ മിത്തുകൾ ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ, നമുക്കെല്ലാവർക്കും മലയാള സഹൃദയത്വത്തിന് നൽകുന്ന വളരെ വലിയ ഒരു സമ്മാനമായിട്ടാണ്, ഗിഫ്റ്റായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഫ്രാങ്കോനെ പോലെയുള്ള ആളുകൾ ഈ പുസ്തകം എഴുതുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് അത് 100% അതിൽ ഫ്രാങ്കോ സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഫ്രാങ്കോനെ സംബന്ധിച്ചോളം ഫ്രാങ്കോ ഒരു വിശ്വാസിയാണെങ്കിലും ഫ്രാങ്കോ ഒരു അന്ധവിശ്വാസിയല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു അവതരണം ആ പുസ്തകത്തിൽ നടത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയമിത്രം ഫ്രാങ്കോ ലൂയിസിൻ്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അവസരം കിട്ടിയതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഏറെ പുസ്തക പ്രസാധന ചടങ്ങുകളിൽ, പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഏറെ വൈകാരികവും ഗരഹാതുരത്വം ഉണർത്തുന്നതുമായ ഒരു പരിപാടി ഇതാണ്. എന്തായാലും ഇത്ര ബൃഹത്തായ ഒരു പുസ്തകം ഇറക്കാൻ ഒരുങ്ങിയ ഫ്രാങ്കോയോട് എല്ലാ അനുമോദനങ്ങളും അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായി ഞങ്ങൾ നല്ല അടുത്ത ഒരു ബന്ധമുണ്ട്. സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ ഒരു ബുക്ക് ഒരു അടയാളപ്പെടുത്തലാണ്. ബുക്ക് എഴുതി പ്രശസ്തനാകാമെന്നോ ബുക്ക് എഴുതി റോയൽറ്റി നേടി പണമുണ്ടാക്കാമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. ഞാനിത് ഒരു അടയാളപ്പെടുത്തലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. എല്ലാവരും വന്ന് ഈ പരിപാടിയെ ധന്യമാക്കി. ഞാൻ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഏതൊരു വ്യക്തിയുടെയും സന്തോഷത്തിനും ബലത്തിനും ഏതൊരു പ്രവർത്തന മേഖലകൾ പ്രവർത്തിച്ചാലും അതിനൊരു ദൃഢതയുറപ്പ് ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവിടെ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ ഫ്രാങ്കോ ലൂയിസ് സാറിൻ്റെ കുടുംബാംഗങ്ങൾ ഉറച്ച് ഇവിടെ നിൽക്കുകയാണ്. നന്ദി രേഖപ്പെടുത്താനായിട്ട് ശ്രീ ഫ്രാങ്കോ ലൂയിസിൻ്റെ മകനായ മനു ഫ്രാങ്കോ, അസിസ്റ്റൻറ്റ് മാനേജർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള എല്ലാവർക്കും, അതുപോലെ പപ്പയുടെ പരിപാടിക്ക് വേണ്ടി എല്ലാവരുടെ സമയം കളഞ്ഞിവിടെ വന്നതിനും പങ്കെടുക്കാൻ വന്നതിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.